അല്പനിമിഷങ്ങൾക്കകം വരും ആ ശിക്ഷാവിധി എന്താണ് എന്ന് വ്യക്തമാകാൻ കഴിയും. ടോം കുര്യാക്കോസ് നമുക്ക് ഒപ്പം ചേരുന്നു. ടോം, ഇതിനകത്ത് ഏത് തരത്തിലുള്ള ശിക്ഷാവിധി വന്നാലും സർക്കാരിനെ സംബന്ധിച്ചോളം, പാർട്ടിയെ സംബന്ധിച്ചോളം പ്രതിക്കൂട്ടിലാകുന്നത് എന്തിനെ കുടുംബത്തിന്റെ CBI അന്വേഷണം എതിർത്തു? രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തുകൊണ്ട് ഒരു രാഷ്ട്രീയ വേട്ടയാടൽ നടക്കുമെന്ന് ആരോപിച്ചുകൊണ്ട് ഈ അന്വേഷണത്തെ എതിർത്തു? 1 കോടി രൂപയോളം ചെലവാക്കിക്കൊണ്ട് എന്തിന് ഇത്രയും വലിയ നിയമ പോരാട്ടത്തിലേക്ക് പോയി? അങ്ങനെ പാർട്ടി തന്നെ ഇത് രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന് പറയുകയും അതേസമയം രാഷ്ട്രീയ വേട്ട നടക്കും CBI വന്നാൽ എന്ന് തികച്ചും വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തു. ആ തരത്തിൽ ഉള്ള ചോദ്യങ്ങൾ പോലും മുന്നിൽ നിർത്തും. അപ്പീൽ പോയാലും അപ്പീൽ പോയില്ലെങ്കിലും അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് CPM കടക്കുന്നുണ്ട്. അല്പം മിനിറ്റിനകം ഏത് തരത്തിലുള്ള വിധി വന്നാലും, അല്ലേ? തീർച്ചയായും അപർണ, TP ചന്ദ്രശേഖരൻ വധക്കേസിന് ശേഷം CPM-നെ സംബന്ധിച്ച് ഏറ്റവും CPM-നെ പ്രതിക്കൂട്ടിലാക്കി അല്ലെങ്കിൽ കേരളത്തെ തന്നെ നടുക്കിയ കേസായിരുന്നു പെരിയ ഇരട്ട കൊലപാതകം. നമുക്കറിയാം 2019 ഫെബ്രുവരി 17 കേരളം ഈ വാർത്ത കേട്ട് നടുങ്ങിയതാണ്. 2 യൂത്ത് കോൺഗ്രസിന്റെ 2 പ്രാദേശിക നേതാക്കളെ, കൃപേഷിനെയും ശരത്ലാലിനെയും ക്രൂരമായി CPM നേതാക്കൾ, പ്രാദേശിക നേതാക്കൾ അടങ്ങുന്ന സംഘം, 8-അംഗ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. പിറ്റേ ദിവസം തന്നെ CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന A. പീതാംബരൻ അറസ്റ്റിലാകുന്നു. അതിനുശേഷം സജി അറസ്റ്റിലാകുന്നു. പിന്നീട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നു. ക്രൈംബ്രാഞ്ച് ആദ്യം തന്നെ ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയത് 14 പ്രതികളെയാണ്. പിന്നീട് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം മന്ദഗതിയിലേക്ക് നീങ്ങുന്നു. അതിന് പിന്നാലെയാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബം കോടതിയെ സമീപിക്കുന്നത്, ഹൈക്കോടതിയെ സമീപിക്കുന്നത്. എന്നാൽ ഈ CBI അന്വേഷണത്തെ എതിർത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ വലിയ പോരാട്ടം നടത്തി. മാത്രമല്ല, നേരത്തെ അപർണ സൂചിപ്പിച്ചതുപോലെ 1 കോടിയിലധികം രൂപ, അതായത് സുപ്രീം കോടതി വരെ ഇതിനു വേണ്ടിയുള്ള 1 കോടിയിലധികം രൂപയാണ് ഈ കേസിൽ CBI അന്വേഷണം എതിർത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത്. അതായത് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം വരെ സമർപ്പിച്ച ഒരു കേസിലാണ് പിന്നീട് ഈ CBIക്ക് ഹൈക്കോടതി CBIക്ക് അന്വേഷണം കൈമാറുന്നത്. 2021 CBI അന്വേഷണം ഏറ്റെടുക്കുന്നു. 2023 CBI കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. പിന്നെ വിചാരണ ആരംഭിക്കുന്നു. 20 മാസത്തിന് നീണ്ട വിചാരണയ്ക്ക് ശേഷമാണ് കോടതി കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ ഡിസംബർ 28 ഈ കേസിൽ 14 പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. 10 പ്രതികളെ വെറുതെ വിടുകയും ചെയ്തു. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, CPM-നെ സംബന്ധിച്ച് ഏറെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന കേസ് രാഷ്ട്രീയ കൊലപാതകം. കാരണം TP ചന്ദ്രശേഖരൻ വധക്കേസിന് ശേഷം കേരളത്തെ നടുക്കിയ അല്ലെങ്കിൽ CPM-നെ പ്രതിക്കൂട്ടിലാക്കിയ ഒരു കേസിലാണ് ഇന്ന് ശിക്ഷാവിധി വരുന്നത്. ഇതിൽ CPM-ന്റെ പ്രാദേശിക നേതാക്കളുണ്ട്, പ്രമുഖരായിട്ടുള്ള 6 നേതാക്കളുണ്ട്. മുൻ ഉദുമ MLA KB കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് ഇന്ന് ശിക്ഷ പ്രഖ്യാപിക്കാൻ പോകുന്നത്. ശിക്ഷാവിധി സ്വാഭാവികമായി നേരത്തെ നവമി സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു മുൻ വൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ കൊലപാതകമല്ല, രാഷ്ട്രീയ കൊലപാതകമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി വധശിക്ഷ വരെയും ജീവപര്യന്തം മുതൽ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് 10 പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. KB കുഞ്ഞിരാമനെതിരെ, മുൻ ഉദുമ MLA KB കുഞ്ഞിരാമനെതിരെ ഈ പ്രതികളെ സ്റ്റേഷനിൽ നിന്നും പുറത്തിറക്കി, അതായത് അവർക്ക് രക്ഷപ്പെടാൻ സാഹചര്യമൊരുക്കിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 10 പ്രതികളെ CBI കോടതി നേരത്തെ വെറുതെ വിട്ട നടപടിയാണ്. CBI ആണ് നേരത്തെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ 14 പ്രതികളെ കൂടാതെ 10 പ്രതികളെ അറസ്റ്റ് ചെയ്തത് CBI ആണ്. ഇവർക്കെതിരെ ഈ പ്രതിപട്ടികയിൽ അതായത് 24 പേരെ പ്രതിപട്ടികയിൽ കൊണ്ടുവരുന്നത്. പക്ഷേ അവിടെ 10 പ്രതികളെ വെറുതെ വിട്ട നടപടിയിൽ സ്വാഭാവികമായും കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബം മേൽക്കോടതിയിലേക്ക് പോകും. അത് ഇന്നത്തെ വിധിക്ക് ശേഷം മാത്രമായിരിക്കും അത്ര തീരുമാനമുണ്ടാവുക. എന്തായാലും സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിച്ച ഒരു നിലപാട് പ്രതികൾക്കൊപ്പം നിലപാട് സ്വീകരിക്കുന്നു. ഈ ഇരകൾക്ക് നീതി ലഭിക്കാത്ത സാഹചര്യം സർക്കാർ ഉണ്ടാക്കിയിരുന്നു. മാത്രമല്ല CPM-ന്റെ നേതാക്കളടങ്ങിയ ഈ പ്രതികളെ രക്ഷപ്പെടാൻ വേണ്ടി, ഞാനപ്പം നേരത്തെ ടോം പറഞ്ഞ വിഷയം, അതായത് ഈ 10 പ്രതികളെ കുറ്റവിമുക്തരാക്കി എന്നുള്ളത് CPM എടുത്തു പറയുന്ന ഒരു വിഷയമാണ്.